പാലക്കാട് നെന്മാറ കൊലപാതക കേസിൽ ചെന്താമരയ്ക്ക് വധശിക്ഷ. പിഴ ഇനത്തിൽ ഈടാക്കുന്ന 20 ലക്ഷം രൂപ സുധാകരന്റെ മക്കൾക്ക് നൽകണം. തുക നൽകാൻ ചെന്താമരയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ സർക്കാർ സഹായം നൽകണമെന്നും പാലക്കാട് ജില്ലാ സെഷൻസ് കോടതി. കേസന്വേഷണം പെട്ടെന്ന് പൂർത്തിയാക്കിയ പോലീസിനെ കോടതി അഭിനന്ദിച്ചു. കോടതി ശരിവെച്ചു. അതുകൂടാതെ ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കേസിൽ ChatGPT ഉപയോഗിച്ചിട്ട് ക്വസ്റ്റ്യൻസ് ക്രിയേറ്റ് ചെയ്തു പ്രതിഭാഗം വക്കീൽ. അതൊക്കെ നമുക്ക് കറക്റ്റായിട്ട് ടാക്കിൾ ചെയ്യാൻ പറ്റി. എന്തായാലും ഇങ്ങനെ ഒരു ശിക്ഷ കിട്ടിയതിൽ സന്തോഷമുണ്ടോ ഇല്ലോ എന്നുള്ളതല്ല, പക്ഷേ ആ 2 കുട്ടികൾക്കുണ്ടായ ആ നഷ്ടത്തേക്കാൾ വലുതൊന്നുമല്ല ഞങ്ങളുടെ സന്തോഷം. 20 ലക്ഷം രൂപ പിഴത്തുകയുണ്ട്. അതിൽ അവരുടെ റിലേറ്റീവ്സിന് 1-2 പേർക്ക് കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അല്ലെങ്കിൽ ആ വീട് വിറ്റ് കൊടുക്കണം. വിലാസിനിയുടെ ചെന്താമരയുടെ ഭാര്യയുടെ പേരിലുള്ള ആ വീട് വിറ്റിട്ട് കൊടുക്കണമെന്ന് ബഹുമാനപ്പെട്ട കോടതി പറഞ്ഞിട്ടുണ്ട്. അഖിലയ്ക്കും അനശ്വരയ്ക്കും അതുല്യയ്ക്കും പിന്നെ ലക്ഷ്മിയുടെ മകൻ സുരേന്ദ്രൻ സുനിത എന്നിവർക്കും ഇത് പ്രപ്പോർഷനിൽ അത് എത്ര പ്രപ്പോർഷൻ അവിടെ പറഞ്ഞിട്ടുണ്ട്, അതനുസരിച്ച് വീതിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾക്ക് സന്തോഷമുണ്ട്. കോടതിന്റെ മേലെ വിശ്വാസം ഉണ്ടായിരുന്നു, അത് അതേപോലെ ഇതാക്കി. പിന്നെ വക്കീലിന്റെ മേലെ എല്ലാവരുടെ അടുത്തും നന്ദി പറയണം. ഇത്രയും കഷ്ടപ്പെട്ടത് അയാൾക്ക് വധശിക്ഷ തന്നെ കൊടുത്തതില്. നാട്ടിലേക്ക് പോകാം, അങ്ങനെ പോകുമോ നിങ്ങളുടെ? ഞങ്ങൾ പോകുന്നില്ല അങ്ങനെ വെച്ചിരിക്കുന്ന. അച്ഛൻ്റെ എല്ലാവരുടെ ഓർമ്മ ഞങ്ങൾക്കുണ്ട്, അതുകൊണ്ട് ഞങ്ങൾ പോകുന്നില്ല. ഭയങ്കര വിഷമമായിട്ടുള്ള കാര്യം തന്നെയാണ് അവിടെ പോകുന്നത്. ഞങ്ങൾക്ക് പഴയ ഓർമ്മകളൊക്കെ വരുന്നതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നില്ല. ഇപ്പോൾ 20 ലക്ഷം രൂപ പിഴ നൽകണമെന്നാണ് പറയുന്നത്. കുറേയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ആകെ മോശം അവസ്ഥയിലാണല്ലോ, അത് ഒരു വലിയ സഹായം തോന്നുന്നു. അതെ, സഹായം തോന്നുന്നുണ്ട്. ഇപ്പം അയാൾക്ക് ഒരു മുഖഭാവം മാറ്റമൊന്നും ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും നിൽക്കുന്നത്. അയാൾക്ക് ഇതിലൊന്നിനും പേടിയില്ല. അപ്പീലിന് പോകുന്നുള്ള കാര്യം ഉറപ്പാണല്ലോ. അപ്പീല് പോയാൽ നമ്മളും അപ്പീലിന് പോവാം. ഒരാളിങ്ങനെ ഇതാക്കിയിട്ട് വെളിയിൽ വരാനും പറ്റില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ വെച്ചാൽ അതിന് വേണ്ടതെന്ന് വെച്ചാൽ നോക്കാം. ഗോകുൽ വിഎസ് വിവരങ്ങളുമായി ചേർന്നുണ്ട്. ഗോകുൽ, ശിക്ഷാവിധി എങ്ങനെയൊക്കെയാണ് പ്രസ്താവിച്ചത്? വിശദാംശങ്ങൾ എന്ത്? ഇപ്പോൾ ഏറ്റവും ഉയർന്ന ശിക്ഷ തന്നെയാണ് ചെന്താമരയ്ക്ക് ലഭിച്ചിട്ടുള്ളത്. വധശിക്ഷയാണ് കോടതി വിധിക്കുന്നത്. മുൻ കേസുകളെയൊക്കെ തന്നെ ഇതിൻ്റെ ആധാരമായി തന്നെ കോടതി പറഞ്ഞിരുന്നു. അതിനുശേഷം ഒരു വധശിക്ഷ എന്നുള്ള രീതിയിലേക്ക് തന്നെ കോടതി എത്തുന്നു എന്നുള്ളതാണ് നമ്മളിവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം. അതോടൊപ്പം തന്നെ സുധാകരൻ്റെ മക്കൾക്ക് 20 ലക്ഷം രൂപ നഷ്ടപരിഹാരവും നൽകണം. കോടതിയിൽ ജയിലിൽ ഉള്ള ഒരു സാഹചര്യത്തിൽ ഈ ഒരു ഉയർന്ന ശിക്ഷ നൽകാൻ, ഉയർന്ന പിഴ നൽകാൻ ഒരുപക്ഷെ ചെന്താമരയ്ക്ക് കഴിയില്ല. അങ്ങനെ വരുമ്പോൾ സർക്കാർ കൂടി സഹായിച്ചുകൊണ്ട് 20 ലക്ഷം രൂപ ഒടുക്കണം എന്നുള്ളതാണ് ഏതായാലും കോടതിയുടെ ഭാഗത്ത് നിന്ന് ഒരു വിധേയം വരുന്നത്. ഒരു മകൾക്ക് സർക്കാർ ജോലി നൽകണം എന്നുള്ളൊരു കാര്യം കൂടി കോടതി വിധിയുടെ ഭാഗമായി തന്നെ പറയുന്നുണ്ട്. ഏതായാലും ഒരു ഒടുവിൽ ഈ നീതി നടപ്പാകുന്നു എന്നുള്ളതാണ്. നെന്മാറ പോത്തുണ്ടി ഇരട്ട കൊലപാതകം കേരളം ഒന്നടങ്കം ഞെട്ടിയ ഈ കൊലപാതകത്തിൽ പ്രതിക്ക് വധശിക്ഷ തന്നെ നൽകുന്നു. ഇതിൽ നിർണായകമായത് 3 റിപ്പോർട്ടുകളാണ്. ഈ വിധി പൂർത്തിയായി പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തി. അതിനുശേഷം ശിക്ഷയിൽ വാദവും നടന്നു. ആ വാദത്തിലൊക്കെ ഉടനീളം പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് ഉയർന്ന ശിക്ഷയായ വധശിക്ഷ നൽകണമെന്നുള്ളതാണ്. അതേസമയം തന്നെ പ്രതിഭാഗം പറഞ്ഞത് ശിക്ഷയിൽ ഇളവ് വേണമെന്നുള്ളതാണ്. കോടതിക്കകത്ത് ചെന്താമര നടത്തിയ പരാമർശങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടതുമാണ്. ആ സാഹചര്യത്തിലാണ് 3 റിപ്പോർട്ടുകൾ കോടതിയുടെ പരിഗണനയ്ക്കായി വന്നത്. ഒന്ന്, ജയിൽ ഉദ്യോഗസ്ഥർ നൽകിയ റിപ്പോർട്ട്, മാനസികാരോഗ്യ വിദഗ്ധൻ നൽകിയ റിപ്പോർട്ട്, അതോടൊപ്പം തന്നെ മറ്റ് ജില്ലാ പ്രൊബേഷൻ ഓഫീസർ നൽകിയ റിപ്പോർട്ട്. ഈ 3 റിപ്പോർട്ടിലും പ്രതിക്ക് മാനസാന്തരത്തിന് സാധ്യതയില്ല, പുറത്തിറങ്ങിയാൽ ഇയാൾ ഭീഷണിയാണ് എന്നുള്ള പരാമർശങ്ങൾ ഉൾപ്പെടുന്നു. നിയമസഹായ വേദി നൽകിയ റിപ്പോർട്ട് പ്രതിക്ക് മാനസാന്തര സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ചെയ്തതിൽ കുറ്റബോധമുണ്ട് തുടങ്ങിയ പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ അത് കോടതി കണക്കാക്കിയിട്ടില്ല. മറിച്ച് ഈ 3 റിപ്പോർട്ടുകളാണ് കോടതി പരിഗണിച്ചത്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു വധശിക്ഷയിലേക്ക് കോടതി എത്തുന്നത്. ഏതായാലും കേരളം ഒന്നടങ്കം ഞെട്ടിയ ഈ കൊലപാതകത്തിൽ ഒടുവിൽ ഇപ്പോൾ നീതി നടപ്പാകുന്നു എന്നുള്ളതാണ്. ഇവർക്ക് ചെന്താമരയ്ക്ക് വധശിക്ഷ തന്നെ ലഭ്യമാകുന്നു എന്നുള്ളതാണ്. ശരി, പരമാവധി ശിക്ഷ തന്നെ ലഭ്യമാക്കണമെന്നത് കുടുംബത്തിന്റെ ആവശ്യമായിരുന്നു, പെൺമക്കളുടെ ആവശ്യമായിരുന്നു. അത് കോടതി പരിഗണിച്ചു. പരമാവധി ശിക്ഷയായ വധശിക്ഷ തന്നെ വിധിച്ചിരിക്കുന്നു ഇപ്പോൾ ചെന്താമരയ്ക്ക്. വിശദവിവരങ്ങൾ നൽകിയത് ഗോകുൽ വിഎസ് ആണ്. അതിൽ അതിയായ സന്തോഷമുണ്ട്. എല്ലാ പോലീസ് അതോറിറ്റീസിൻ്റെയും പ്രോസിക്യൂഷൻ സാക്ഷികളുടെയും എല്ലാവരെയും സഹകരിച്ചിട്ടാണ് ഇത്ര വലിയൊരു വിധി ഉണ്ടാക്കാൻ പറ്റിയത്. ഒരു കേരള സമൂഹത്തിന് ഒരു നെട്ടിച്ച ഒരു കൊലപാതകങ്ങളായിരുന്നു ഇത്. അതിന് അർഹമായ ശിക്ഷ കിട്ടിയെന്നുള്ളതാണ് വിശ്വസിക്കുന്നത്. എല്ലാം പൂർണ്ണമായും തള്ളി. പ്രോസിക്യൂഷൻ പറഞ്ഞത് മുഴുവനായിട്ടും ഏറ്റെടുത്തിട്ടുള്ളതുമാണ്. ഇത് നമ്മൾ ഇത്ര കൊലപാതകം നടത്തിയിട്ട് വെറുതെ ഒരാൾ പോകാൻ പാടില്ല. അത് സമൂഹത്തിന് ഒരു റോങ് സിഗ്നലാണ് പോവുക. അതുകൊണ്ടാണ് ഇയാൾ ഹാങ് ചെയ്യണതെന്നുള്ളതടക്കം പറഞ്ഞിട്ടുണ്ട്.
കൊല്ലപ്പെട്ട സജിതയുടെ സഹോദരിയുടെ പ്രതികരണം. ആശ്വാസം കുറച്ചുണ്ട്, പക്ഷെ ജയിലിൽ ചാടുമെന്നൊരു പേടി. ഇതേപോലെയല്ല അനിയത്തിനെ കൊണ്ട് ചെയ്തിട്ട് പിന്നെയും രണ്ടാമത്തെ പ്രാവശ്യം വന്നിട്ടാണ് പിന്നെ ഈ 2 കൊലപാതകം ചെയ്തത്. അതുകൊണ്ട് ഞങ്ങൾക്ക് തൂക്കിക്കൊല്ലണം. ജീവിച്ചിരുന്നാൽ ഞങ്ങൾക്ക് എന്തായാലും ഭയം തന്നെ, മക്കൾക്കും ഞങ്ങൾക്കും ഭയം തന്നെ. ഞാൻ മക്കളുടെ നാളെ മേലെ എന്തെങ്കിലും ചെയ്യുമോ വേണ്ടി പേടിയുണ്ട്. അതേപോലെ പുഷ്പിനെയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് അയാൾ കൊണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് പോത്തുണ്ടിക്കാർക്ക് എല്ലാവർക്കും പേടിയാണ്. അയാളുടെ ചെന്താമര പറയുന്ന ആളുടെ എല്ലാവരും പേടിയാണ്. എത്രയും വേഗം ശിക്ഷ നടപ്പാക്കണം. അതാ